അപ്പോൾ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 85 സീറ്റിൽ അധികം നേടി UDF-ന് വിജയിക്കാൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടലിലാണ് KPCCയുടെ ദ്വിദിന നേതൃ ക്യാമ്പ് പുരോഗമിക്കുന്നത്. മധ്യ കേരളത്തിലും അതേപോലെ മലബാർ മേഖലയിലും ഒക്കെ മികച്ച മുന്നേറ്റം നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. വയനാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ സമ്പൂർണ്ണ ആധിപത്യം നേടാൻ കഴിയുമെന്നും ക്യാമ്പിലെ സോൺ തിരിച്ചുള്ള ചർച്ചകളിൽ നേതാക്കളൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മാത്രമല്ല ഇന്നിപ്പം ഈ യോഗം അവസാനിക്കുന്ന ദിവസം കൂടിയാണ്. ആൽവിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ആൽവിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ യോഗം, ഒരു ദിവസത്തെ യോഗം നമ്മൾ കഴിഞ്ഞു. നേതാക്കളുടെയൊക്കെയും പ്രതികരണങ്ങളൊക്കെ കേട്ടു. ശശി തരൂരിൻ്റെ പ്രതികരണവും അതിനുള്ള കെ മുരളീധരൻ്റെ തിരിച്ചടിയും ഒക്കെ കണ്ടു. പിന്നീട് ദീപ്തി മേരി വർഗീസിൻ്റെ പരാതികളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ഈ നേതാക്കൾ മിണ്ടിയും പറഞ്ഞുമൊക്കെ പോകുന്നു. ഒപ്പം തന്നെ ആത്മവിശ്വാസമുണ്ട്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം അത് നിയമസഭയിലും ആവർത്തിക്കുമെന്ന അതിയായ ആത്മവിശ്വാസമുണ്ട്. ഇതിപ്പോൾ ഈ മിഷൻ ഡോക്യുമെന്റ്സ് ഒക്കെ വരുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ആൽവിൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് കനകോലുവിന്റെ പ്രധാനമായും ലക്ഷ്യയിൽ നടക്കുക കനകോലുവിന്റെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. അത് രാവിലെ തന്നെ ആ പവർ പോയിന്റ് പ്രസന്റേഷൻ നടക്കും. അതിനുശേഷം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇന്നലെ 3 സോണുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഒരു യോഗം നടത്തിയിരുന്നത്. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഉരുത്തിരിഞ്ഞ കണക്കുകളും മറ്റു വിഷയങ്ങളും ഈ യോഗത്തിന് ഈ പവർ പോയിന്റ് പ്രസന്റേഷന് ശേഷം അത് അവിടെ അവതരിപ്പിക്കപ്പെടും. അതിനുശേഷമാകും ഇതൊരു ക്രോഡീകരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ക്രോഡീകരണം ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ വ്യക്തത ഇതിൽ വരിക. എത്രത്തോളമാണ് KPCC കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ സമിതി അടക്കം ചേർത്ത ശേഷം അവർ വന്നിരിക്കുന്ന എത്രത്തോളം സീറ്റുകളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം അവർക്ക് ആ ഘട്ടത്തിലാണ് എത്തിച്ചേരാൻ കഴിയുക. ഏതായാലും ഇന്ന് കനകോലു ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കനകോലു കഴിഞ്ഞ 3 മാസമായി ഇവിടെ കേരളത്തിൽ വരികയും വിവിധ മണ്ഡലങ്ങളിൽ വന്ന പഠനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരുകൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി വരികയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അതിന്റെ റിപ്പോർട്ട് കൂടി പശ്ചാത്തലത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ന് ദ്വിദിന ക്യാമ്പ് ഇവിടെ ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പിൽ തുടർന്നുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ പവർ പോയിന്റ് പ്രസന്റേഷന് ശേഷം ഏതാണ്ട് ക്രോഡീകരണത്തിലേക്ക് അവരെത്താൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായും ഈ വിഷയങ്ങൾ തന്നെയാണ് ഈ ക്യാമ്പിൽ ചർച്ച ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് 85 സീറ്റ് കേരളത്തിൽ അവർക്ക് നേടാൻ കഴിയും. ഈ ഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞത് 85 സീറ്റ് എന്ന നിലയിലാണ് പറയുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം മലപ്പുറം, പത്തനംതിട്ട, വയനാട് 3 മേഖലയിലെ സീറ്റുകൾ അവർക്ക് 3 ജില്ലയിലെ സീറ്റുകൾ പൂർണ്ണമായും നേടാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. പൂർണ്ണമായും നേടാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലാണ് അവർ. ഓക്കെ, ശരി ആൽവിൻ, ശരി. അപ്പോൾ കോൺഗ്രസ് കടുത്ത ആത്മവിശ്വാസത്തിലാണ്. അവരുടെ നേതൃ ക്യാമ്പ് പുരോഗമിക്കുകയുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ്.